ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ബുർജ് ഖലീഫയുടെ അടിയിലുള്ള നമ്മുടെ ദുബായ് മാള് കാണാനായിട്ടാണ്. നമ്മളിപ്പോൾ ഞങ്ങൾ 3 പേരുടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് ചെറുതായിട്ട് ബുർജ് ഖലീഫ കാണാൻ സാധിക്കും. അതാണ് ബുർജ് ഖലീഫ. നമ്മൾ അവിടേക്കാണ് ഈ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്താറായിരിക്കുന്നു. 5 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ ഗെയ്സ് നമ്മളിതാ സ്പോട്ട് ചെയ്തിരിക്കുന്നു, നമ്മൾ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലെത്തി. അവിടെ നിന്ന് നമ്മളിതാ പോകാൻ പോവുകയാണ്. നമ്മൾ മാളിലേക്ക് നടക്കുകയാണ്. കുറേ ദൂരം നടക്കണം അപ്പുറത്തെ സൈഡിലേക്ക് എത്താൻ. നമ്മളിന്നൊരു പ്രൊജക്ടർ മേടിക്കാൻ പോവുകയാണ്. നമ്മുടെ MI ഷോറൂം തപ്പിയുള്ള നടപ്പാണ് നമ്മുടെ. അങ്ങനെ MI ഷോറൂം തപ്പി നമ്മളൊരു പ്രൊജക്ടർ മേടിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് പോകും. അപ്പം അതിനായിട്ട് വന്നതാണ്. അത് ആ മാളിൽ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ റോഡിലേക്ക് അടിപൊളി വ്യൂ ആയിരുന്നു. എല്ലാ വണ്ടികളും ചീറിപ്പാഞ്ഞു പോകുന്നു. അതിനുശേഷം നമ്മൾ മേലോട്ട് കയറിയായിരുന്നു. പക്ഷെ മേലോട്ട് കയറണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ റൂട്ട് തെറ്റിപ്പോയി. വീണ്ടും നമ്മൾ തിരിച്ചിറങ്ങേണ്ടി വരും കേസ്. പണിപ്പാളിരിക്കുന്നു. ഇന്ന് ക്രിസ്മസ് കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. നല്ല റഷ് ഉണ്ടായിരുന്നു മാളിൽ. അതൊന്നും കണക്കാക്കാതെ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളാണ്ട് നടന്ന് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ ദുബായുടെ ആ ട്രാഫിക് അതിമനോഹരമായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ്. നല്ലൊരു എക്സ്പീരിയൻസാണ് ദുബായ് മാള്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ട്രാഫിക്കൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കാതെ പോകാതെ ലെഫ്റ്റ് സൈഡ് ദുബായ് മാൾ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അമ്മയുടെ ഷോറൂം തപ്പി നടക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് കിട്ടി. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അമ്മയുടെ ഷോറൂം നമ്മുടെ ഇവിടെ തൊട്ടടുത്തുണ്ട്. നമ്മളപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഷോറൂമിൽ എത്തിയിരിക്കണം. അടിപൊളി ഷോറൂമായിരുന്നു, ഒന്നും പറയാനില്ല. അങ്ങനെ ഷോറൂമിലെത്തി നമ്മുടെ സാധനം എവിടെയെന്ന് തിരഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ മേടിക്കാൻ പോകുന്ന പ്രൊജക്ടർ. 1099 രൂപ ദറംസാണ് വരുന്നത്. അങ്ങനെ ഞങ്ങളതൊക്കെ ഇന്ന് നിരീക്ഷിച്ച് അതിനെ ഒന്ന് ചെക്ക് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ്. ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയാം. അടിപൊളി സാധനമായിരുന്നു. നമ്മളത് ഓപ്പണാക്കിയിരിക്കുന്നു. ഓപ്പണാക്കി ഇതിൽ നമ്മുടെ ഫസ്റ്റ് ഗൂഗിൾ TV ആണ് കാണുന്നത്. അടിപൊളി സാധനമാണ്. ഇതാണ് നമ്മുടെ ഷെയറിൻ, നമ്മുടെ പ്രൊജക്ടർ റെഡിയാക്കി തന്ന പുള്ളിക്കാരിയാണ്. നമ്മളവരെയാണ് കോൺടാക്ട് ചെയ്തിരുന്നത്. അവിടെ ചെന്നപ്പോൾ അമ്മയുടെ നമ്മൾ പോകുന്നതിന് മുന്നേ കോൺടാക്ട് ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് സാധനം ലഭിക്കുകയുണ്ടായി. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴാണ് എല്ലാവരും ഇവിടെ ഇങ്ങനെ സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അടിപൊളി, നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. അവിടെ കാണികൾക്കായിട്ട് ബെഞ്ചൊക്കെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടിപൊളി ഒരു വാട്ടർഫോളിലേക്ക് എത്തിയിരിക്കുന്നു. അടിപൊളി, അതിമനോഹരം എന്ന് തന്നെ പറയാമല്ലോ. അടിപൊളി സാധനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. KFC ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ഫുഡൊക്കെ കഴിച്ച് നൈസായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു ദിനോസർ ഇരിക്കുന്നു. അടിപൊളി സാധനം. ഇത് ഒറിജിനലാണോ എന്താണെന്നറിയില്ല. നമ്മളെന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നീട് അതിനെ ഇങ്ങനെ വീക്ഷിക്കാനായിട്ട് പോവുകയാണ്. അതെ, ഇത് തന്നെ സാധനം. അടിപൊളി. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഡൈനോസിനെ കണ്ടു. ഇനി അടുത്ത എവിടേക്ക് പോകണമെന്ന ആലോചനയിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം അടുത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അക്വേറിയം കാണാനായിട്ടാണ്. നമ്മുടെ ദുബായ് മാളിൽ ഒരു അക്വേറിയം ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോവാം, ദുബായ് അക്വേറിയം. അപ്പം നമ്മൾ നൈസായിട്ട് പോകുന്നു. വീണ്ടും വഴിയേറ്റിരിക്കുന്നു. നമുക്ക് റൈറ്റ് എടുക്കണം. ഓക്കെ, നമ്മളവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് വീണ്ടും നടക്കുകയാണ്. അതുവഴിയാണ് അക്വേറിയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങോട്ട് പോവുകയാണ്. ഇത് അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ ലൈഫിൽ ഒരു വട്ടത്തിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളിയായിരുന്നു. കാരണം ഇഷ്ടംപോലെ മീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അടിപൊളിയായി ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പ്. നമ്മൾ ഒറിജിനൽ കടലിനകത്തിലെ സെറ്റപ്പ് സാധനം. നമ്മുടെ മീൻ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാം, റീൽസ് എടുക്കാം, വീഡിയോ എടുക്കാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മളവിടെ കുറേ നേരം നിന്ന് പോകും. സത്യം പറഞ്ഞാൽ ഇത് ലൈഫിൽ ഒരു വട്ടമായിട്ട് നമ്മൾ ഇവിടെ പോയി വന്ന എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയാണ്. ദുബായ് മാൾ നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് തരുന്നത്. പിന്നീട് നമ്മൾ വെളിയിലിറങ്ങി നമ്മുടെ ബുർജ് ഖലീഫ കാണാൻ പോയി. ഇതാണ് നമ്മുടെ ബുർജ് ഖലീഫ. ഇതിൻ്റെ താഴെയാണ് നമ്മുടെ ഈ മാൾ വരുന്നത്.
നമ്മളെ മാളൊക്കെ കണ്ട്, പിന്നെ ഇവിടെയുള്ള ബിൽഡിങ്സൊക്കെയാണിത്. ഇതൊക്കെ കണ്ട് അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ അവസാനിക്കാറായി. പിന്നീട് നമ്മളവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് ജയശേട്ടൻ്റെ ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള ഫോട്ടോഗ്രാഫിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് തിരിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് അവിടെ വാട്ടർ ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ നോക്കിയിരുന്നത്. പക്ഷേ വാട്ടർ ഷോ കഴിഞ്ഞിട്ട് അവർ കംപ്ലീറ്റ് ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. വാട്ടർ ഷോ കാണാൻ പറ്റിയില്ല. അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.